തെരഞ്ഞെടുപ്പിൽ സിപിഐക്കെതിരെ സംസ്ഥാന വ്യാപക പ്രചാരണം നടത്താൻ കർഷക സംഘടനകളുടെ നീക്കം. ഇടതുപക്ഷത്ത് സിപിഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെയും പ്രചാരണം നടത്താൻ കർഷക ഉച്ചകോടി തീരുമാനിച്ചതായി കർഷക സംഘടനാ പ്രതിനിധികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ നിന്ന് കർഷക സംഘടനകൾ പിന്മാറി. കഴിഞ്ഞ 17-നാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 66 കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഉച്ചകോടിയിൽ സിപിഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാനത്ത് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി ഉത്തരവുകൾ ഇറങ്ങാൻ നേതൃത്വം നൽകിയത് സിപിഐ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പാണ്. റവന്യൂ ഭൂമികൾ വനവൽക്കരണത്തിനായി വിട്ടു നൽകിയതടക്കമുള്ള നടപടികൾ അംഗീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സിപിഐക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രചാരണവും നടത്തുന്നതിനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. സിപിഐ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചാരണം നടത്തും. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ കർഷക സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെയ്തികളെ തുറന്നു കാണിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ ഉച്ചകോടിയുടെ പ്രാധാന്യം. തെരഞ്ഞെടുപ്പ് കാലത്തെ കർഷക സംഘടനകളുടെ പ്രതിഷേധം സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയാക്കി മാറ്റുവാനും സംഘടനകൾ നീക്കം നടത്തുന്നുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ പാർട്ടികളെ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.